നമസ്കാരം. എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗംഗാവലിപ്പുഴയിൽ നടത്തിയ തിരച്ചിലിൽ അർജുന്റെ ലോറി കണ്ടെത്തി. ക്യാബിനകത്ത് മൃതദേഹവും കണ്ടെത്തി. PV അൻവറിനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞ് CPM സെക്രട്ടേറിയറ്റ് യോഗം. മുഖ്യമന്ത്രിയുടെ ദൂതനായി ADGP അജിത് കുമാർ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് പിടിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ 3 ഏക്കർ 90 സെന്റ് ഭൂമി എവിടെ പോയെന്ന് CPM വ്യക്തമാക്കണമെന്ന് SAA ആസാദ്. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ കളികൾ കാര്യമാകുന്നു. അപവാദ പ്രചരണം നടത്തിയെന്നാരോപിച്ച് ഡിവിഷൻ കൗൺസിലർ പോലീസിലും വനിതാ കമ്മീഷനിലും പരാതി നൽകി. RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് സംസ്ഥാന സർക്കാർ. സംസ്ഥാന നേതൃത്വത്തോടുള്ള അമർഷം തുടർന്ന് EP ജയരാജൻ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തില്ല. വാർത്തകൾ വിശദമായി. ഗംഗാവലിപ്പുഴയിൽ നടത്തിയ തിരച്ചിലിൽ അർജുന്റെ ലോറി കണ്ടെത്തി. ക്യാബിനകത്ത് മൃതദേഹവും കണ്ടെത്തി. ഗംഗാവലിപ്പുഴയിൽ നടത്തിയ തിരച്ചിലിൽ അർജുന്റെ ലോറി കണ്ടെത്തി. ഷിരൂരിൽ മണ്ണിടിച്ചിൽ നടന്ന് 71-ാം ദിവസമാണ് അർജുന്റെ ലോറി കണ്ടെത്തിയത്. ക്യാബിനകത്ത് മൃതദേഹം കണ്ടെത്തി. 2 മാസത്തിലേറെയായി പല ഘട്ടങ്ങളിലായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് അർജുന്റെ ലോറി കണ്ടെത്തിയത്. ഷിരൂർ അങ്കോലയിൽ ദേശീയപാത 66-ൽ ജൂലൈ 16-ന് രാവിലെ 8:45-നുണ്ടായ മണ്ണിടിച്ചിലിലാണ് അർജുൻ ഉൾപ്പെടെ 3 പേരെ കാണാതായത്. തകർന്ന ലോറിക്കുള്ളിൽ ക്യാബിനുള്ളിൽ ജീർണിച്ച നിലയിലാണ് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയത്. മറ്റൊരു ബോട്ടിലേക്ക് മൃതദേഹം മാറ്റിയ ശേഷം ടാർപോളിനിൽ പൊതിഞ്ഞ് ആശുപത്രിയിലേക്ക് മാറ്റി. ആശുപത്രിയിൽ മേൽ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അർജുനെ കാണാതായ അന്നു മുതൽ ഒരു നോക്ക് കാണാനായുള്ള പ്രാർത്ഥനയിലായിരുന്നു അർജുന്റെ കുടുംബം. കേരളത്തെ ഏറെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ് അർജുന്റെ വേർപാട്. PV അൻവറിനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞ് CPM സെക്രട്ടേറിയറ്റ് യോഗം. PV അൻവറിനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞ് CPM സെക്രട്ടേറിയറ്റ് യോഗം. PV അൻവർ ഉന്നയിച്ച പരാതികളിൽ P ശശിക്കെതിരെ പാർട്ടി അന്വേഷണം വേണ്ടെന്നാണ് തീരുമാനം. മുഖ്യമന്ത്രിയുടെ തീരുമാനം പാർട്ടി അംഗീകരിക്കുകയായിരുന്നു. ADGP MR അജിത് കുമാറിനെ തിരക്കിട്ട് ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റേണ്ടെന്നും തീരുമാനമായി. എല്ലാ തരത്തിലുമുള്ള അന്വേഷണ റിപ്പോർട്ടുകളും അവസാനിച്ച ശേഷം നടപടിയെടുക്കാമെന്നാണ് തീരുമാനം. അതേസമയം തൃശൂർ പൂരം കലക്കൽ വിഷയത്തിൽ ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശയ്ക്ക് അനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കും. വിജിലൻസ് അന്വേഷണവും DGPയുടെ നേതൃത്വത്തിൽ മറ്റൊരു അന്വേഷണവും ADGPക്കെതിരെ നടക്കുന്നതിനാൽ ഇതിൻ്റെയെല്ലാം റിപ്പോർട്ട് വന്ന ശേഷം അത് പരിശോധിച്ച് ആവശ്യമെങ്കിൽ ADGPയെ മാറ്റാമെന്നാണ് CPM എടുത്ത തീരുമാനം. മുഖ്യമന്ത്രിയുടെ ദൂതനായി ADGP അജിത് കുമാർ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് പിടിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യമന്ത്രിയുടെ ദൂതനായി ADGP അജിത് കുമാർ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് പിടിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ADGPയാണ് പൂരം കലക്കാൻ കൂട്ടുനിന്നത്. അജിത് കുമാറിന്റെ പ്ലാൻ പ്രകാരം പൂരം കലക്കി. എന്നിട്ടാണ് അത് അന്വേഷിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സർക്കാർ വീടെടുത്ത് കിടന്ന് ഉരുളുകയാണ്. പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിയിക്കുകയാണെന്നും അന്വേഷണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമുള്ളതാണെന്നും VD സതീശൻ. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ADGP RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. മുഖ്യമന്ത്രിയാണ് 1-ാം പ്രതി. അദ്ദേഹം തന്നെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. മന്ത്രിമാർക്ക് പോലും വരാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ് സുരേഷ് ഗോപി എത്തിയത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞതാണ് ADGP ആദ്യം RSS നേതാക്കളെ കണ്ടത്. അത് പ്രാവർത്തികമാക്കുകയാണ് അദ്ദേഹം പൂരം കലക്കിലൂടെ ചെയ്തത്. പൂരം കലക്കിയ ദിവസം സ്ഥലത്ത് അജിത് കുമാർ ഉണ്ടായിരുന്നതായി പറയുന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു. അൻവറിനെ കോൺഗ്രസിൽ എടുക്കുന്ന കാര്യം ചർച്ച ചെയ്തിട്ടില്ല. UDFും ചർച്ച ചെയ്തിട്ടില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ ഹൈക്കോടതിയും പറഞ്ഞു. സർക്കാരിന് വേണ്ടപ്പെട്ടവർക്കെതിരെയുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതെന്നും VD സതീശൻ വ്യക്തമാക്കി. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ 3 ഏക്കർ 90 സെന്റ് ഭൂമി എവിടെ പോയെന്ന് CPM വ്യക്തമാക്കണമെന്ന് SAA ആസാദ്. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ 3 ഏക്കർ 90 സെന്റ് ഭൂമി എവിടെ പോയെന്ന് CPM വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവും നഗരസഭാ കൗൺസിലറുമായ SAA ആസാദ്. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിനെ സംബന്ധിച്ചിപ്പോൾ ഒരു വിവാദ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ
ഈ വിവാദ വിഷയത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഗ്രൗണ്ട് വേണ്ടാന്നോ ഗ്രൗണ്ടിൽ നവീകരിക്കേണ്ടെന്നോ ഒരു രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ നവീകരിക്കണമെന്ന് വാശി പിടിച്ചു വരുന്ന നഗരസഭയും വടക്കാഞ്ചേരിയുടെ MLA അനുവദിച്ച ഫണ്ടും ആണെന്ന് പറഞ്ഞ് വരുന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്ക് പുനരാലോചന നടത്തേണ്ടത്. CPM എന്ന പാർട്ടി ഇത് പുനർചിന്തിക്കേണ്ടതാണ്. കഴിഞ്ഞ 8 വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാന്യനായ CN ബാലകൃഷ്ണൻ അവർ മന്ത്രിയായിരിക്കുമ്പോൾ 1.5 കോടി രൂപ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ സ്റ്റേജുകൾ പണിയുന്നതിനും ഗാലറികൾ പണിയുന്നതിനും നവീകരിക്കുന്നതിനും വേണ്ടി 1.5 കോടി രൂപ 8 വർഷങ്ങൾക്ക് മുമ്പ് അനുവദിച്ചപ്പോൾ ആ സംഖ്യയുടെ പ്രവൃത്തി നടത്താൻ അന്നത്തെ അധികാരികൾ തയ്യാറായപ്പോൾ അന്ന് DYFIക്കാരും CPMകാരും ഒത്തുചേർന്നുകൊണ്ട് വടക്കാഞ്ചേരി ഗ്രൗണ്ടിലെ പുറമ്പോക്ക് സ്ഥലങ്ങൾ കൈവശപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഈ ഗ്രൗണ്ടിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ അനുവദിക്കൂ എന്ന് മുദ്രാവാക്യവുമായി മുറവിളി കൂട്ടി തെരുവ് യുദ്ധം നടത്തിയ CPM ഇപ്പോൾ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ പറഞ്ഞതൊക്കെ നിഷേധിച്ചുകൊണ്ട് ഗ്രൗണ്ടിനെ മാത്രം പ്രവൃത്തി നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നതിന് എതിരായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇപ്പോൾ പുറമ്പോക്ക് എന്ന് പറഞ്ഞാൽ അവർ സമരം നടത്തിയ CPM ഇപ്പോൾ പുറമ്പോക്കിനെ കുറിച്ച് മിണ്ടുന്നില്ല, പുറമ്പോക്കിനെ കുറിച്ച് മിണ്ടുന്നില്ല. ഗ്രൗണ്ടിൻ്റെ സ്ഥലം എവിടെയാണെന്ന് നോക്കിയാൽ അതും പറയാൻ തയ്യാറില്ല. 3 ഏക്കർ 96 സെൻറ്റ് സ്ഥലമുണ്ടെന്നാണ് സർവേ ലിസ്റ്റ് പ്രകാരം കാണുന്നത്. ആ 396 പല ആളുകളുടെ കൈകളിലായിട്ടാണ് കാണുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ CPM കിട്ടിയ അവസരം ഉപയോഗിച്ച് ഞങ്ങളാണ് യുവജനങ്ങളുടെ സംരക്ഷകർ, ഗ്രൗണ്ടിൻ്റെ സംരക്ഷകർ എന്ന് പറഞ്ഞ് ന്യായീകരിച്ചു കൊണ്ടുവരുന്ന ഈ തോന്നിവാസത്തെയാണ് കോൺഗ്രസ് പാർട്ടി നഖശിഖാന്തം എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ട് പണിയുണ്ടെന്ന് പറയുന്നില്ല. ആ നിലവിൽ ഗ്രൗണ്ടിൻ്റെ സംരക്ഷണം ഗ്രൗണ്ടിൻ്റെ പരിസരവാസികൾക്കും കുടുംബങ്ങൾക്കും വെള്ളക്കെട്ട് ഒഴിവാകാവുന്ന രീതിയിലുള്ള സംരക്ഷണ ചുമതല ഏർപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ഗ്രൗണ്ട് പണിയേണ്ടതുള്ളൂ എന്നുള്ളൊരു അഭിപ്രായമാണ് കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ ഉന്നയിച്ചിട്ടുള്ളത്. പണിയണ്ട എന്നൊരു അവർ പറഞ്ഞ പണിയണ്ട എന്ന് പറഞ്ഞ ആ പ്രവൃത്തിയൊന്നും ഞങ്ങൾ പറയുന്നില്ല. പണിയണം. അത് ജനങ്ങൾക്ക് ദോഷകരമായി ബാധിക്കാത്ത രീതിയിൽ മഴവെള്ളം കെട്ടി നിന്നാലുണ്ടാകുന്ന പുഴയിൽ നിന്ന് അധികമായി വരുന്ന വെള്ളം ഒലിച്ചു വരുന്ന സ്ഥലം ഗ്രൗണ്ടിലാണ്. ആ ഗ്രൗണ്ടിൻ്റെ സംരക്ഷണവും ആ ചുറ്റുപാടുകളും സംരക്ഷണം നൽകണമെന്നുള്ള ഒരു വിഷയമാണ് കോൺഗ്രസിൻ്റെ കൗൺസിലർമാരും കോൺഗ്രസ് പാർട്ടിയും പറയുന്നത്. അല്ലാതെ ഗ്രൗണ്ടിനെ ഇപ്പോൾ വഴി മുടക്കി എന്നാണ് അവർ പറഞ്ഞത്. അവർ മുടക്കിയെന്ന് പറയും. മുടക്കിയവർ ആരാണെന്ന് ചിന്തിക്കണം. മുടക്കിയ 8 വർഷങ്ങൾക്ക് മുമ്പ് CN ബാലകൃഷ്ണൻ്റെ 1.5 കോടി രൂപ മുടക്കിയത് ആര് എന്നുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം. ഈ കള്ളനാണയങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. ഈ കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഗ്രൗണ്ടിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും പിന്തുണ നൽകാൻ തയ്യാറാണ് ഞങ്ങൾ. പക്ഷേ അവർ പറഞ്ഞ മുൻകാലങ്ങളിൽ പറഞ്ഞു നടന്ന സമരം കൊട്ടിയാഘോഷിച്ച ഇന്നും കോടതികളിൽ, ഇന്ന് തൃശ്ശൂർ കോടതിയിലും എറണാകുളം കോടതിയിലും പലരുമായി വ്യക്തികൾ പല ആളുകളായിട്ട് കോടതികളിലൊക്കെ തന്നെ ഈ കേസ് നിലനിൽക്കുന്നു. ഭൂമി അളന്നതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ട്. താലൂക്ക് സർവേയറൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് സർവേയറെ തന്നെ അന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ മറന്നുകൊണ്ട് ഇപ്പോൾ ഗ്രൗണ്ടിൻ്റെ സംരക്ഷകർ, യുവാക്കളുടെ സംരക്ഷകർ എന്ന് പറഞ്ഞ് DYFIയും CPM നടത്തുന്ന കാപട്യം ജനമധ്യത്തിലേക്ക് തുറന്നു കാണിക്കുക എന്നാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയും കൗൺസിലർമാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൗണ്ടിന്റെ സ്ഥലം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള കേസുകൾ ഹൈക്കോടതിയിലും തൃശൂർ ജില്ലാ കോടതിയിലും നിലവിലുണ്ട്. കഴിഞ്ഞ 8 വർഷം മുമ്പ് CN ബാലകൃഷ്ണൻ മന്ത്രിയായിരിക്കെ 1.5 കോടി രൂപ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ വികസനത്തിനായി അനുവദിച്ചിരുന്നു. അന്ന് വികസന പ്രവർത്തനങ്ങൾ ഗ്രൗണ്ട് കയ്യേറ്റത്തിന്റെ പേരിൽ തടഞ്ഞ CPMഉം DYFIയുമാണ് ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ മുന്നിട്ടിറങ്ങിയിട്ടുള്ളതെന്നും SAA ആസാദ് ആരോപിച്ചു. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ കളികൾ കാര്യമാകുന്നു. അപവാദ പ്രചരണം നടത്തിയെന്നാരോപിച്ച് ഡിവിഷൻ കൗൺസിലർ പോലീസിലും വനിതാ കമ്മീഷനിലും പരാതി നൽകി. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ കളികൾ കാര്യമാകുന്നു.
ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ദിവസം മുതൽ തുടങ്ങിയതാണ് നഗരസഭയിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോര്. ഇപ്പോൾ സ്ത്രീയെ പൊതുജന മധ്യത്തിൽ മോശമായി ചിത്രീകരിച്ചു എന്നാരോപിച്ച് വടക്കാഞ്ചേരി ഡിവിഷൻ കൗൺസിലറായ സന്ധ്യ കൊടക്കാടത്ത് പോലീസിലും വനിതാ കമ്മീഷനിലും പരാതി നൽകിയിരിക്കുകയാണ്. വടക്കാഞ്ചേരി നഗരസഭയുടെ 21ാം ഡിവിഷനിലെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ നവീകരണവുമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പരിപാടികളും സമരപരിപാടികളും ഒക്കെയായിട്ട് ഇവിടുത്തെ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്നു. അപ്പോൾ ഈ ആക്ഷൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ ദുരന്ത അതോറിറ്റി ചെയർമാനായിട്ടുള്ള ജില്ലാ കളക്ടർക്ക് ഇവിടുത്തെ ആളുകൾ ഒരു 50-ഓളം ആളുകൾ ഒപ്പിട്ടിട്ടുള്ള മാസ് പെറ്റീഷൻ കൊടുക്കുകയുണ്ടായി. അതായത് സ്ഥിരം പ്രളയബാധിത പ്രദേശമായ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള വീട്ടുകാരെല്ലാവരും കൂടി ഒപ്പിട്ടിട്ടാണ് പരാതി കൊടുത്തിരുന്നത്. അതായത് ഈ ഗ്രൗണ്ട് 2 അടിയോളം മണ്ണിട്ട് ഉയർത്തിയാൽ പുഴയിലെ വെള്ളം ഗ്രൗണ്ടിൽ പരന്നൊഴുകാതെ വരികയും ഈ പരിസര പ്രദേശങ്ങളിലെ വീടുകളുടെ ഗ്രൗണ്ട് ഫ്ലോർ വരെ മുങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്ന് കാണിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ആളുകൾ അത് പരാതിയായിട്ട് ജില്ലാ ദുരന്ത അതോറിറ്റി ചെയർമാൻ എന്ന രീതിയിൽ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർ ഒപ്പിട്ടുള്ള പരാതി കൊടുക്കാൻ ഈ ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി എന്ന രീതിയിൽ ഞാനും പോയിരുന്നു. എന്നാൽ ഈ ഫോട്ടോ വെച്ച് ഡിവൈഎഫ്ഐയുടെ ഒരു പോസ്റ്റർ ഇറങ്ങുകയുണ്ടായി. എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അവർ പ്രചരിപ്പിക്കുന്ന ഒരു ഫോട്ടോ ഇതായിരുന്നു ഉണ്ടായിരുന്നത്. സേവ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് എന്ന പേരിൽ ഞങ്ങൾ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കുന്ന ഒരു ഫോട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു സ്ത്രീയായ എൻ്റെ ഫോട്ടോ വെച്ച് ഡിവൈഎഫ്ഐ പോസ്റ്റർ അടിച്ച് സോഷ്യൽ മീഡിയ വഴി എന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇതുവഴി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ ഫേസ്ബുക്കിൽ ഡിവൈഎഫ്ഐയുടെ ഒരു നേതാവ് AD അജി കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് ഗ്രൗണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട് 3 യോഗങ്ങളിൽ, അതായത് വാർഡ് സഭ ഉൾപ്പെടെ 3 യോഗങ്ങളിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ പരിസരവാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ്, നവീകരണ പ്രവർത്തനങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടുത്തെ പരിസരവാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടുത്തെ ജനപ്രതിനിധി എന്ന് പറഞ്ഞിട്ടാണ് ഈ യുവ നേതാവിൻ്റെ പോസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പോസ്റ്റിൽ 2 മിനിറ്റ്സ് ബുക്കായിരുന്നു ആ യുവ നേതാവ് ഫേസ്ബുക്കിൽ കൊടുത്തിരുന്നത്. ആ 2 മിനിറ്റ്സ് ബുക്കിൽ ഒന്ന് ഗ്രൗണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു യോഗം, തുടക്കത്തിൽ ആദ്യ യോഗം MLAയുടെ അധ്യക്ഷതയിൽ നഗരസഭാ കൗൺസിൽ ഹാളിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ യോഗം ഡിവിഷൻ കൗൺസിലറായ എന്നെ പോലും അറിയിക്കാതെയാണ് MLA അവിടെ നടത്താൻ ശ്രമിച്ചത്. എന്നാൽ ഈ യോഗത്തിൻ്റെ തലേ ദിവസം രാത്രി ഒരു 11 മണിയോടുകൂടി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി ടീച്ചറുടെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസിലൂടെ ഞാൻ ഈ യോഗ വിവരം അറിയുകയും ആ നേരത്ത് തന്നെ നമുക്ക് ടെലിഫോൺ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാലോ, ആ ദിവസം രാത്രി 11-11:15 നേരത്ത് ഞാൻ ചെയർമാനെ വിളിച്ചിട്ടുണ്ട് ഈ യോഗത്തിൻ്റെ കാര്യം ചോദിച്ചിട്ട്. അപ്പോൾ നാളത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ വിളിക്കാൻ വിട്ടതായിരിക്കും, എന്തായാലും പങ്കെടുക്കണമെന്ന് ചെയർമാൻ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ആ യോഗത്തിൽ പങ്കെടുക്കുകയും MLAയോട് ഈ ഡിവിഷൻ കൗൺസിലറെ അറിയിക്കാതെ ഈ യോഗം വിളിച്ചതിനെക്കുറിച്ച് തർക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളതാണ്. അന്ന് ഈ പ്രദേശവാസികളെ ഒരാളെ പോലും വിളിച്ചിട്ടില്ല. ഈ വടക്കാഞ്ചേരി പൗരാവലിയുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു അന്ന് MLA വിളിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഗ്രൗണ്ട് 2 അടിയോളം ഉയർത്തും എന്നുള്ളത് MLA പറഞ്ഞിട്ടുമില്ല, DPR അവതരിപ്പിച്ചിട്ടില്ല, ഒന്നുമില്ല. ഒരു പ്രഹസനം എന്നുള്ള രീതിയിൽ ഒരു യോഗം നടത്തി പോവുകയാണ് ഉണ്ടായത്. പിന്നീട് 2ാമത്തെ യോഗം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവ നേതാവ് ഇട്ടിരിക്കുന്ന പോസ്റ്റ് എൻ്റെ ഈ ഡിവിഷനിൽ ഈ ഗ്രൗണ്ടിലും അതുപോലെ തന്നെ സൗഹൃദ ഗാർഡനുമായി ബന്ധിപ്പിക്കുന്ന ഒരു ചാല് വിഷയം, ആ ചാലുമായി ബന്ധപ്പെട്ടിട്ട് 2 കൂട്ടർക്കും, ഗ്രൗണ്ട് നിവാസികൾക്കും സൗഹൃദ ഗാർഡൻകാർക്കും പരാതി നഗരസഭയിൽ കൊടുക്കാനുണ്ടായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ചെയർമാനും സെക്രട്ടറിയും ഈ 2 പ്രദേശത്തെ ആളുകളെയും അവിടുത്തെ ജനപ്രതിനിധി എന്ന രീതിയിൽ എന്നെയും വിളിച്ചിട്ട് യോഗം ചേർന്നതിൻ്റെ മിനിറ്റ്സ് ബുക്കാണ്, 2ാമത്തെ മിനിറ്റ്സ് ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവ നേതാവ്, ഡിവൈഎഫ്ഐയുടെ യുവ നേതാവ് ഇട്ടിട്ടുള്ളത്. ഇതിൽ ഗ്രൗണ്ടിൻ്റെ പരിസര പ്രദേശങ്ങളിലെ ആളുകൾ മുഴുവൻ ഇതിൽ ഒപ്പിട്ടിട്ടുണ്ട്. അത് ആ യോഗത്തിൻ്റെയാണ്, അല്ലാതെ അത് ഒരിക്കലും ഗ്രൗണ്ട് വികസനവുമായി ബന്ധപ്പെട്ട് നഗരസഭ വിളിച്ചു ചേർത്ത യോഗമല്ല. അപ്പോൾ ഇങ്ങനെ ആളുകളെ ഇതിൽ FB പോസ്റ്റ്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നതും ഇവിടുത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ യോഗത്തിലൊക്കെ പങ്കെടുത്ത് വിവരങ്ങളൊക്കെ അറിഞ്ഞ് ഈ പരിസര പ്രദേശങ്ങളിലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവിടുത്തെ ജനപ്രതിനിധി ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വളരെ മോശമാക്കിയിട്ടാണ് ഈ ഒരു സോഷ്യൽ മീഡിയ വഴി അവർ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഒന്നാമത്തെ കാര്യം ഞാൻ ചോദിക്കുന്നത്, എൻ്റെ ഫോട്ടോ എൻ്റെ അനുവാദമില്ലാതെ പോസ്റ്റർ, ഡിവൈഎഫ്ഐയുടെ പോസ്റ്റർ എടുക്കാൻ, പോസ്റ്റർ അടിക്കാൻ
ഇവർക്ക് ആരാണ് അനുമതി കൊടുത്തിട്ടുള്ളത്? എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ ഫോട്ടോ അവർക്ക് ഉപയോഗിക്കാൻ ദുരുപയോഗം ചെയ്യാൻ പാടുണ്ടോ? രണ്ടാമത്തെ കാര്യം, എൻ്റെ ഡിവിഷനിലെ ഒരു ചാലു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിനിറ്റ്സ് ബുക്ക്, ആ മിനിറ്റ്സ് ബുക്ക് എടുത്ത് അത് ഗ്രൗണ്ട് നവീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിനിറ്റ്സ് ബുക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രചരിപ്പിക്കുക. അപ്പോൾ ഈ നഗരസഭയുടെ ഒഫീഷ്യലായിട്ടുള്ള രേഖകളാണ് ഈ മിനിറ്റ്സ് ബുക്കുകൾ, യോഗം ചേർന്നതിൻ്റെ മിനിറ്റ്സ് ബുക്കൊക്കെ. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയണമെങ്കിൽ, ഏതെങ്കിലും ഒരു മിനിറ്റ്സ് ബുക്കിൻ്റെ കോപ്പി കിട്ടണമെങ്കിൽ നമുക്ക് ഒന്നുമില്ലെങ്കിൽ വിവരാവകാശം വെക്കണം അവിടെ, എന്നാലാണ് അതിൻ്റെ കോപ്പി കിട്ടുന്നത്. അപ്പോൾ ഈ CPMകാർക്ക് അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് DYFI നേതാക്കന്മാർക്കും ഒക്കെ അവിടുത്തെ മിനിറ്റ്സ് ബുക്ക് നേരിട്ട് ചെന്ന് ഫോട്ടോ എടുത്തിട്ട് അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാം എന്നുള്ളത് വരെ നഗരസഭയിലെ കാര്യങ്ങൾ എത്തി എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രത്തോളം ഒഫീഷ്യാലിറ്റി ആ രേഖകൾക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം അറിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു, അതിന് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞതും ഈ പോസ്റ്റിൽ ഈ ഫോട്ടോ മുക്കിയിട്ടുണ്ട് ആ നേതാവ്. പക്ഷേ ഈ ഇട്ട വഴിക്ക് തന്നെ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചത് കൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയാൻ സാധിക്കുകയും ഞാനിതിൻ്റെ കോപ്പി എടുക്കുകയും ഇന്നിപ്പോൾ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ഞാൻ എന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു, ഒരു വനിതയായ കൗൺസിലറായിട്ടുള്ള എന്നെ പൊതുജനങ്ങളുടെ മുമ്പിൽ മോശക്കാരിയാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം DYFI നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന്, CPMൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഞാൻ സ്റ്റേഷൻ ഹെഡിന് ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതിയുടെ കോപ്പി വെച്ച് ഞാൻ വനിതാ കമ്മീഷനിൽ പരാതി കൊടുക്കാൻ പോവുകയാണ്. എന്തായാലും ഇത്രയും മോശമായ രീതിയിൽ DYFI തരം താഴരുത്. ഒരു സ്ത്രീയെ പൊതുജന മധ്യത്തിൽ അപമാനിക്കാൻ ഉള്ള ഓരോ വഴികൾ ആലോചിച്ച് അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന CPMൻ്റെ സംഘടനയായിട്ടുള്ള DYFIയുടെ ഈ ഗൂഢലക്ഷ്യം ഞാൻ നിയമപരമായി തന്നെ നേരിടും എന്നുള്ളതാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത്. വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള പ്രതിഷേധ സമരം കടുപ്പിക്കാനാണ് കോൺഗ്രസ് നീക്കം. RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് സംസ്ഥാന സർക്കാർ. RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് സംസ്ഥാന സർക്കാർ. MR അജിത് കുമാർ എന്തിനെ കൂടിക്കാഴ്ച നടത്തിയെന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ DGPക്കാണ് സർക്കാർ നിർദ്ദേശം നൽകിയത്. 2 RSS നേതാക്കളുമായാണ് MR അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത്. തൃശൂരിലും തിരുവനന്തപുരത്തും വെച്ചായിരുന്നു കൂടിക്കാഴ്ച. തിരുവനന്തപുരത്ത് വെച്ച് രാം മാധവുമായും തൃശൂരിൽ ദാത്രേയ ഹസോളയുമായാണ് അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയത്. 10 ദിവസത്തിന്റെ ഇടവേളയിലായിരുന്നു കൂടിക്കാഴ്ച. ദാത്രേയ ഹസോളയുമായുള്ള കൂടിക്കാഴ്ചയുടെ വിവരം പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെയാണ് രാം മാധവുമായും അജിത് കുമാർ കൂടിക്കാഴ്ച നടന്നിരുന്നു എന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും പുറത്തുവന്നത്. RSS ജനറൽ സെക്രട്ടറി ദാത്രേയ ഹസോളയുമായുള്ള കൂടിക്കാഴ്ച നടത്തിയെന്ന് ADGP MR അജിത് കുമാർ അന്ന് സമ്മതിച്ചിരുന്നു. സ്വകാര്യ സന്ദർശനമാണെന്ന ഈ കാര്യം അന്വേഷിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിനോട് ADGP വിശദീകരണം നൽകിയെന്നാണ് അറിയുന്നത്. സംസ്ഥാന നേതൃത്വത്തോടുള്ള അമർഷം തുടർന്ന് EP ജയരാജൻ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തില്ല. സംസ്ഥാന നേതൃത്വത്തോടുള്ള അമർഷം തുടർന്ന് EP ജയരാജൻ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ EP ജയരാജൻ പങ്കെടുത്തില്ല. കേരളത്തിൽ ഇല്ലെന്നാണ് EPയുടെ വിശദീകരണം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിൽ സംസ്ഥാന നേതൃത്വത്തോടുള്ള അതൃപ്തി EP ജയരാജൻ ഇപ്പോഴും തുടരുന്നുവെന്നതാണ് ഇതിലൂടെ മനസ്സിലാകുന്നത്. നടപടിയെടുത്ത് 25 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് ഒരു പാർട്ടി പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. അതുവരെ വീട്ടിൽ തുടരുകയായിരുന്നു. മറ്റു നേതാക്കളുമായി സംസാരിക്കുകയോ പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുക്കുകയോ ചെയ്തിരുന്നില്ല. അഴീക്കോടൻ രാഘവൻ അനുസ്മരണ ചടങ്ങിലും പങ്കെടുത്തില്ലായിരുന്നു. നേരത്തെ കണ്ണൂർ പയ്യാമ്പലത്ത് നടന്ന ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടിയിലും EP പങ്കെടുത്തിരുന്നില്ല. പരിപാടിയിൽ EP പങ്കെടുക്കുമെന്ന് കണ്ണൂർ നേതൃത്വം അറിയിച്ചിരുന്നെങ്കിലും EP ജയരാജൻ വിട്ടുനിന്നിരുന്നു. BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ട വിഷയത്തിലാണ് EPക്ക് LDF കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ടത്. തുടർന്നാണ് EP ജയരാജൻ പാർട്ടി വേദികളിൽ നിന്ന് വിട്ടുനിന്നത്. ഇടവേള. മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ CSSD, റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. തിരികെ വാർത്തകളിലേക്ക്. തൃശൂർ പൂരം കലക്കലിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിന് സാധ്യത. സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടി. തൃശൂർ പൂരം കലക്കലിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണത്തിന് സാധ്യത.
സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടി. വിഷയം ഇന്ന് മന്ത്രിസഭ ചർച്ച ചെയ്തേക്കും. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്ന് യോഗം ചേരും. പൂരം കലക്കിയതിൽ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ADGPയുടെ അന്വേഷണ റിപ്പോർട്ട് DGP ഇന്നലെ മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലാകും പൂരം റിപ്പോർട്ട് സമർപ്പിക്കുക. പൂരം അട്ടിമറിക്കാൻ ഗൂഢാലോചന നടന്നെന്നും അതിൽ തുടർ അന്വേഷണം വേണമെന്നുമാണ് ADGPയുടെ റിപ്പോർട്ട്. AGയുടെ പരിശോധനയ്ക്ക് ശേഷം തീരുമാനം സർക്കാരിനെ അറിയിക്കും. വനം വകുപ്പിനെതിരെയും തിരുവമ്പാടി ദേവസ്വത്തിനെതിരെയും ഗുരുതര പരാമർശമാണ് റിപ്പോർട്ടിലുള്ളത്. പൂരം പൂർത്തീകരിക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെയും പാറമേക്കാവ് ദേവസ്വത്തിന്റെയും ശ്രമങ്ങൾ തിരുവമ്പാടിയിലെ ചിലർ അട്ടിമറിച്ചു. പാറമേക്കാവ് ദേവസ്വം പൂരം നടത്തണമെന്ന നിലപാട് എടുത്തു. എന്നാൽ തിരുവമ്പാടി സെക്രട്ടറി ഗിരീഷ് കുമാർ പൂരം നിർത്തിവെച്ച് തടസ്സം ഉണ്ടാക്കിയെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആനവിഷയത്തിൽ പാറമേക്കാവ് ദേവസ്വത്തിന്റെ പരാതികളിൽ കഴമ്പ് ഉണ്ടെന്നും ADGPയുടെ റിപ്പോർട്ടിൽ പരാമർശിച്ചു. രാജിവെക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് മുകേഷിന്റെ ഔചിത്യമാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. രാജിവെക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് മുകേഷിന്റെ ഔചിത്യമാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നത് മുകേഷിന് മാത്രം അറിയുന്ന കാര്യമാണ്. ധാർമ്മികപരമായി അവനവനാണ് ഇക്കാര്യം തീരുമാനിക്കേണ്ടത്, PK ശ്രീമതി വ്യക്തമാക്കി. കോടതിയിൽ നിയമപരമായ പോരാട്ടം നടക്കുന്ന സമയത്ത് മുകേഷും മറ്റുള്ളവരും വാദം ഉയർത്തി മുന്നിലേക്ക് വരുമ്പോൾ അതിൽ ഏതാണ് ശരി തെറ്റ് എന്നൊക്കെ തീരുമാനിക്കാൻ കഴിയുന്നത് കോടതിക്കാണ്. ആ തീരുമാനം വരുന്നതുവരെ അദ്ദേഹം കുറ്റാരോപിതൻ മാത്രമാണ്. ഈ സന്ദർഭത്തിൽ മുകേഷിനും അതിജീവിതയ്ക്കും മാത്രമേ അറിയൂ തെറ്റ് ആരുടെ ഭാഗത്താണെന്ന്. അതിൽ തീരുമാനമെടുക്കേണ്ടത് മുകേഷാണെന്നും PK ശ്രീമതി പറഞ്ഞു. കരുതും കരങ്ങൾ NSS ദിനം വയോജനങ്ങൾക്കുള്ള പ്രത്യേക പരിപാടിയോടെ ആചരിച്ചു. കുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം NSS ദിനം കരുതും കരങ്ങൾ എന്ന വയോജനങ്ങൾക്കുള്ള പ്രത്യേക പരിപാടിയോടെ ആചരിച്ചു. തൃശൂർ രാമവർമ്മപുരം ഓൾഡ് ഏജ് ഹോമിലെ അന്തേവാസികളുമായി സൗഹൃദം പങ്കിട്ടു. മുതിർന്നവരോടുള്ള ഉത്തരവാദിത്തം സംബന്ധിച്ച് യുവാക്കൾക്ക് അവബോധം നൽകാൻ കരുതും കരങ്ങൾക്ക് സാധിച്ചു. പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ K രോഹിണി, അസിസ്റ്റന്റ് ഓഫീസർ രശ്മി G നായർ, ദീപ ടീച്ചർ എന്നിവർ കുട്ടികളെ അനുഗമിച്ചു. NSS വളണ്ടിയേഴ്സിന് ഇത് നല്ലൊരു അനുഭവമായി. അന്തേവാസികൾ മധുരയ്ക്കും ഓർമ്മകളായി എന്നും മനസ്സിൽ കൊണ്ടു നടക്കും. സൂപ്രണ്ട് K രാധിക, മേട്രൻ പ്രിയ ബാബു, അറ്റൻഡർ Y സാഹിയ എന്നിവർ കുട്ടികളെ സ്വീകരിച്ചു. മധുരപലഹാരങ്ങളും സമ്മാനങ്ങളും നൽകിയാണ് മടങ്ങിയത്. കുട്ടികളുടെ പാട്ടും കളികളും അവരുടെ പൂർവ്വകാല സ്മരണകൾ ഉണർത്തിച്ചു. തൃശൂർ കയ്പമംഗലത്ത് യുവാവിനെ കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ 5 പേർ പിടിയിൽ. തൃശൂർ കയ്പമംഗലത്ത് യുവാവിനെ കൊലപ്പെടുത്തി ആംബുലൻസിൽ ഉപേക്ഷിച്ച കേസിൽ 5 പേർ പിടിയിൽ. 3 പേർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരും 2 പേർ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചവരുമാണ്. മുഖ്യപ്രതി മുഹമ്മദ് സാദിഖ് ഉൾപ്പെടെയുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെയാണ് കോയമ്പത്തൂർ സ്വദേശിയായ അരുൺ കൊല്ലപ്പെട്ടത്. കാറിലെത്തിയ സംഘം അരുണിനെ മർദ്ദിച്ച് കൊന്ന ശേഷം അപകടമാണെന്ന് വരുത്തി ആംബുലൻസ് വിളിച്ചു വരുത്തുകയായിരുന്നു. കോയമ്പത്തൂർ സ്വദേശിയായ 40 വയസ്സുള്ള അരുൺ എന്നയാളെ കൊന്ന ശേഷം അപകടമാണെന്ന് വരുത്തി ആംബുലൻസ് വിളിച്ചു വരുത്തുകയായിരുന്നു. സംഭവത്തിൽ കണ്ണൂരിലെ ഐസ് ഫാക്ടറി ഉടമയ്ക്ക് പങ്കുള്ളതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഐസ് ഫാക്ടറി ഉടമയ്ക്ക് അരുൺ 10 ലക്ഷം രൂപ നൽകാനുണ്ടായിരുന്നു. ഇത് തിരിച്ചുപിടിക്കാൻ വേണ്ടി പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം വെച്ച് അരുണിനെയും സുഹൃത്ത് ശശാങ്കനെയും തട്ടിക്കൊണ്ടുപോയി. വട്ടാണത്തറയിൽ ഒരു എസ്റ്റേറ്റിനകത്ത് വെച്ച് ഇരുവരെയും ബന്ദിയാക്കി മർദ്ദിക്കുന്നതിനിടെ അരുൺ മരിച്ചു. മരണപ്പെട്ട അരുണിന്റെ മൃതദേഹം കയ്പമംഗലത്തെത്തിച്ച് ആംബുലൻസ് വിളിച്ചു വരുത്തി മൃതദേഹം ഉപേക്ഷിക്കുകയായിരുന്നു. മധ്യവരെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും വിലക്കി നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം. മധ്യവരെ ആദ്യ സംസ്ഥാന സമ്മേളനത്തിൽ നിന്നും വിലക്കി നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം. മദ്യപിച്ച ശേഷം പങ്കെടുക്കരുതെന്നത് ഉൾപ്പെടെ യോഗത്തിനെത്തുന്നവർ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ പാർട്ടി നേതൃത്വം പുറത്തിറക്കി. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന വനിതാ അംഗങ്ങൾക്ക് സുരക്ഷയും സൗകര്യവും നൽകണം. മറ്റു വാഹനങ്ങൾക്ക് ശല്യമുണ്ടാക്കരുത്. റോഡ് മര്യാദകൾ പാലിക്കണം. ഇരുചക്ര വാഹനങ്ങളിലെത്തുന്ന പ്രവർത്തകർ ബൈക്ക് സ്റ്റണ്ട് നടത്തരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 27-ന് വില്ലുപുരം ജില്ലയിലെ വിക്രവാണ്ടിയിലാണ് സംസ്ഥാന സമ്മേളനം നടത്തുക. പ്രധാന വാർത്തകൾ വീണ്ടും. ഗംഗാവലി പുഴയിൽ നടത്തിയ തിരച്ചിലിൽ അർജുന്റെ ലോറി കണ്ടെത്തി. ക്യാബിനകത്ത് മൃതദേഹവും കണ്ടെത്തി. PV അൻവറിനെ പൂർണ്ണമായും കൈയൊഴിഞ്ഞ് CPM സെക്രട്ടേറിയറ്റ് യോഗം.
മുഖ്യമന്ത്രിയുടെ ദൂതനായി ADGP അജിത് കുമാർ സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് പിടിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ 3 ഏക്കർ 90 സെന്റ് ഭൂമി എവിടെ പോയെന്ന് CPM വ്യക്തമാക്കണമെന്ന് SAA ആസാദ്. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ കളികൾ കാര്യമാകുന്നു. അപവാദ പ്രചരണം നടത്തിയെന്നാരോപിച്ച് ഡിവിഷൻ കൗൺസിലർ പോലീസിലും വനിതാ കമ്മീഷനിലും പരാതി നൽകി. RSS നേതാക്കളുമായി ADGP MR അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ചയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് സംസ്ഥാന സർക്കാർ. സംസ്ഥാന നേതൃത്വത്തോടുള്ള അമർഷം തുടർന്ന് EP ജയരാജൻ. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തില്ല. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചിരിക്കുന്നു. നമസ്കാരം.